Hey all, welcome back to Motorholic 390. Save Mullaperiyar, save Kerala. Okay? നമ്മളിവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങാണ് ഗൈസ്. ഓ എന്തൊരു സൗണ്ട് കേൾക്കണ്. റൈറ്റ് 5 രൂപയ്ക്ക് പോകാൻ പറ്റില്ല. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാഗ ബീച്ചിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ബാഗയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിഞ്ഞ് പോകുന്നത് അഞ്ചുനേക്കാണ്. അഞ്ചുന ചുമ്മാ കുറേ കാലം അഞ്ചുനയിൽ പോയിട്ട് അഞ്ചുന ഒന്ന് കണ്ട് ഒന്ന് വീഡിയോ ഒക്കെ ആക്കാം. ചെറിയൊരു വീഡിയോ അഞ്ചുന ബീച്ചിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു വീഡിയോ. ലില്ലിപൂട്ടിൻ്റെ ഓണൊക്കെ പറ്റുകയാണെങ്കിൽ ലില്ലിപൂട്ടിലോ അല്ലെങ്കിൽ ശിവകാരിയിലോ കയറാം. ചെറിയൊരു വീഡിയോ, ദാറ്റ്സ് ഓൾ. അത് കഴിഞ്ഞ് നമ്മൾ ഓൾഡ് ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകും സുഹൃത്തുക്കളെ. ഓക്കെ, ഗോവയിൽ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുകയാണെന്നുണ്ട് വെച്ചിങ്ങനെ തീരില്ല കേട്ടോ ഗൈസ്. ഏകദേശം 100 ചില്ലാന ബീച്ചുകളുണ്ട് ഗോവയിൽ മാത്രം, മനസ്സിലായോ? അതിൽ തന്നെ ഒരു 10-27 കട്ട വൈറലും കട്ട ഫേമസ് ആയിട്ടുള്ള ബീച്ചുകളാണ്. ലൈക്ക് ബിബാഗ, അതേപോലെ തന്നെ മറ്റേ പ്രോഗ്രോ, പിന്നെ അതേപോലെ നമ്മുടെ അഞ്ചൂന, അങ്ങനെ കുറേ ബട്ടർഫ്ലൈ ബീച്ച്, ഓം ബീച്ച്, അത് ഇത് കുറേ ഉണ്ട് ഈ ഏരിയയിൽ. മൊത്തം 100 ചില്ലാന ബീച്ചുകളുണ്ട്. അതിൽ ഏകദേശം 10-26 കട്ട വൈറൽ ബീച്ചുകളാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഗോവയിൽ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാനാണ് ബീച്ച് കണ്ട് പാടിക്കും. 100 ചില്ലാൻ്റെ ബീച്ച് കാണണം പോണ്ടേ. അപ്പോൾ ഞാൻ ഇവിടെ അഞ്ചുനെ പോകാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് ഇവിടെ അഞ്ചുനെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ പഴയ ഓർമ്മകൾ കുറേ ഉണ്ട്, അയ ഉറക്കാനുണ്ട് എന്ന് പറയണ പോലെ. അപ്പോൾ നമുക്ക് അഞ്ചുനെ ഒന്ന് കാണാം. കുറേ കാലമായി അഞ്ചുനയിലൊക്കെ പോയിട്ട്. അപ്പോൾ അഞ്ചുനൊക്കെ ഒന്ന് കണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞേ. അയ്യോ ആ പള്ളി നോക്കിയേ, എന്താ മൂഡ്, പള്ളി മൂഡ് കേട്ടോ. സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് എല്ലാ ഷോപ്പുകളും അവിടെ ഓപ്പൺ അല്ല കേട്ടോ. ലില്ലിപുട്ട് ഫ്രീ പാർക്കിംഗ്. ഓ മൈ ഗോഡ്, ഈസ് ഇറ്റ് ഭൂട്ടാൻ ലോട്ടറി? ഓറയിൽ ഞാൻ പോയിട്ടുണ്ട്, ലില്ലിപുട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, ശിവവാലിയിൽ ഞാൻ പോയിട്ടുണ്ട്. വണ്ടി നമ്മളിപ്പോൾ ഇവിടെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ബീച്ചിൽ നടക്കാം. അങ്ങനെ ഞങ്ങളത് ബീച്ചിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അങ്ങോട്ട് പോവാം. ലെറ്റ്സ് ഗോ. നമ്മൾ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യണില്ല കേട്ടോ. ഞാൻ ബ്രോ നമ്മൾ വാട്ടർ തീം ആക്ടിവിറ്റീസ് ചെയ്യണില്ല എന്ന് പറഞ്ഞ ഈ മച്ചന്മാര് ബോട്ടിങ് കൊണ്ടാണ് തന്നെ. കടൽ കയറിയുണ്ട് കേട്ടോ ഒരുപാട്. അങ്ങ് അറ്റത്താണ് കഴിച്ച് വാലി. നമുക്ക് അങ്ങോട്ടൊന്ന് പോയേക്കാം. കടൽ പക്ഷെ ഒരുപാട് ഫ്രണ്ടിക്ക് കയറിയുണ്ട് കേട്ടോ. ഞാനൊരു 5 കൊല്ലം 6 കൊല്ലം മുന്നെയാണ് ഇങ്ങോട്ട് തന്നെ. അപ്പം ഇത്രയും കടൽ ഫ്രണ്ടിക്കില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. സീരിയസ്ലി നമുക്കൊന്ന് ഫ്രണ്ടിൽ നടന്നു നോക്കാം കേട്ടോ. ശിവകാരിയുടെ അവിടേക്ക് ഒന്ന് നടന്നിട്ട് വരാം. അവിടേക്ക് പോയിട്ട് കുറേ കാലമായി. ചുമ്മാ ഒന്നിനല്ല, വെറുതെ ഒന്ന് നടക്കാം. പിന്നെ അതിനിടയിൽ ഞങ്ങൾ വെറുതെ കയറി പൊട്ടിച്ചൊരു പാട്ടിയൊക്കെ ഉണ്ട്. അതിന് പേരെനിക്ക് ഓർമ്മയില്ല. അതൊക്കെ ആ ഒരു ഫ്ലോറൊക്കെ ഒന്ന് പറ്റുകയാണെങ്കിൽ കാണണം. പിന്നെ ശിവകാരി ഒന്ന് കാണണം. ഇതൊക്കെ തന്നെ. വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ കുറേ ഉണ്ട് കേട്ടോ. അതിലൊരു നിങ്ങൾ വരുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സ്കാം ഉണ്ട് ഉമാര് നമുക്ക് ജെറ്റ് സ്കി ഒക്കെ ഓടിക്കാൻ വരും. ഓടിക്കാൻ എന്നിട്ട് നൈസായിട്ട് എന്തെങ്കിലും, അത് വല്ല കംപ്ലൈൻറ്റ്സുള്ള വണ്ടി ആയിരിക്കും ഓൾറെഡി. അത് നമ്മുടെ നിന്ന് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഉമാർ നല്ല പൈസ വാങ്ങിക്കും കഴിച്ച് നമ്മുടെ നിന്ന്. അങ്ങനെ കുറേ സീനൊക്കെ ഉണ്ട് ഇവിടെ. സൂക്ഷിച്ച് കഴിഞ്ഞാൽ ദുഃഖിക്കണ്ട.
പക്ഷെ കടൽ ഒരുപാട് ഫ്രണ്ടിക്ക് കയറിയിട്ടോ. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് കടൽ ഫ്രണ്ടിക്ക് കയറിയിട്ടുണ്ട് ഗൈസ്, കുറച്ചൊന്നല്ല. കല്ലൊക്കെ നോക്കിയേ. ഓ അവിടേക്ക് സീനാട്ടോ, അവിടെ കടൽ ഒരുപാട് ഫ്രണ്ടിക്ക് കയറിയുണ്ട്. അവിടെ നിന്ന് പോയി നോക്കാം. അവിടെ നിന്ന് ഞാൻ ഇത്ര അധികം കണ്ടിട്ടില്ല കേട്ടോ കടൽ ഫ്രണ്ടിൽ കയറിയിട്ട്. കഴിഞ്ഞ 5 കൊല്ലം മുന്നേ വരുമ്പോഴൊന്നും ഇത് ഒരുപാട് കടൽ ഫ്രണ്ടിൽ കയറി. എനിക്ക് തോന്നുന്നു ഇനി 10 കൊല്ലം കഴിയുമ്പോഴേക്കും അങ്ങറ്റത്തുള്ള പ്രോപ്പർട്ടീസൊക്കെ മെല്ലെ കടലെടുക്കുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ലക്ഷി ഇവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ മൂഞ്ചിട്ടാ അത് നോക്കിയത് നിങ്ങ. അയ്യോ ഇവിടെ നോക്കിയേ ഭയങ്കര ഡെപ്ത് ആവുന്നില്ല അവിടെ കേട്ടോ. അത് ഫുള്ള് പാറകളും ഷാർപ്പായിട്ടുള്ള കല്ലുകളും. ഹെവി റിസ്ക് ഗൈസ്. നമ്മളപ്പം മെല്ലെ ശിവരോടേക്ക് നടക്കാടുന്നു കേട്ടോ. നടക്കായിരുന്നു. പക്ഷേ പണ്ട് ഇതൊക്കെ ബീച്ചെടുത്ത് പോയി ഗൈസ്. ഇവിടെയൊക്കെ സ്റ്റെപ്പ് അങ്ങനെ വഴിയൊക്കെ ഉണ്ടായിരുന്നു. പടച്ചത്തമ്പ്ര നോക്കി നിങ്ങ. ഇതിങ്ങനെ ഇറങ്ങി നമുക്ക് ഇങ്ങനെ പോകണം. ഇവിടെയൊക്കെ അതുപോലെ നമ്മളിവിടെ നടന്നില്ലേ, ബീച്ച് സൈഡ് നടന്നില്ലേ, ഇതുപോലെ ബീച്ച് സൈഡ് നടന്നില്ലേ, ഇതേപോലെ ബീച്ച് സൈഡ് നടന്നില്ലേ, അതേപോലെ തന്നെ ഇവിടെ മൊത്തം മണ്ണായിരുന്നു ഗൈസ്. ഇങ്ങനെ ബീച്ചിൻ്റെ ഫ്രണ്ടിലാണ് മണ്ണില്ലേ പോയി, അതായിരുന്നു അറ്റം വരെ കേട്ടോ. കടൽ കയറിയിട്ട് നോക്കി അവിടേക്ക് നോക്കി ഫുള്ള് സീനായിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞാണ് കാണിച്ചു തരാം, നടന്നു പോയിട്ട് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഞാൻ ഇരുന്ന സ്ഥലങ്ങളാ അന്ധകാലം. ഞാൻ പറയുന്നില്ല. അയ്യോ ഇവിടെയൊക്കെ കടൽ കയറിയിട്ട് അയ്യോ പണിയാണ് കേട്ടോ. അവിടെയൊക്കെ സീനാണ് ഗൈസ്. കടൽ കയറി കടൽ വലുതാവുണ്ടെന്ന് പറയണത് ശരിയല്ല കേട്ടോ. പക്ഷേ ഇവിടെ ഒന്നും വഴിയില്ല. ഇപ്പോൾ ഫുള്ള് കടലെടുത്തു. സീൻ ഞാൻ കാണിച്ചു തരാം. കണ്ടോ അവിടെയൊക്കെ കടലെടുത്തു ഗൈസ്. ഇതൊക്കെ നമുക്ക് നേരെ ഇങ്ങനെ പോകാൻ പറ്റുന്ന വഴിയായിരുന്നു. ഇതൊക്കെ കടൽ വലുതായി എടുത്തു. ശിവാലയുടെ അവിടെ അതെ കേട്ടോ, ഒരുപാട് ഫ്രണ്ടിൽ കടൽ കയറിയിട്ടുണ്ട്. നോക്കിയേ അങ്ങോട്ട് നമുക്ക് നിലവിൽ പോകാൻ പറ്റില്ല, ഇങ്ങനെ പോകാൻ പറ്റില്ല. പിന്നെ ബാക്കിൽ കൂടെ കറങ്ങി അങ്ങനെ പോകണം. അത് നമുക്ക് നോക്കാം. ശിവാലയിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതാ കാണുന്ന സാധനം കണ്ടോ. ഇവിടെയൊക്കെ ഒരു ഒഫീഷ്യൽ എന്താ പറയുക പേജിൽ നമ്മുടെയൊക്കെ വീഡിയോ ഉണ്ട് കേട്ടോ. 2016 ന്യൂ ഇയറിൻ്റെ വീഡിയോ നമ്മൾ അവരുടെ ഒഫീഷ്യൽ പേജിൽ നമ്മളുണ്ട്. നോക്കിയേ കടൽ ഭയങ്കര രോക്ഷമാണ്. ഇത് വെയിലേറ്റ സമയം ആയതുകൊണ്ടല്ല ഗൈസ്. കടൽ അത്രയും വലുതായി വരികയാണ്. മീൻസ് കടൽ ഓരോ വർഷം ഓരോ ഇത് കഴിയുമ്പോഴും കടലിൻ്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയെന്നാണല്ലോ പറയണേ. കടൽ വലുതാവുണ്ടെന്നാണല്ലോ പറയണേ. അതിൻ്റെ ഒരു തെളിവാണ് ഞാൻ ഈ കാണിച്ചു തരണേ. ഇതൊക്കെ ഫുള്ള് അങ്ങനെയായിരുന്നു, വഴികളായിരുന്നു. ഒക്കെ കടൽ കയറി എടുത്തു പോയി. ഒരു 5-10 കൊല്ലം കൂടി കഴിയുമ്പോഴേക്കും ഇതേ ഒരു സ്കീം ഈ ഒരു ഇത്രയും കടൽ ഫ്രണ്ടിൽ കയറിയ പോലെ തന്നെ ശിവാലയുടെ അവിടേക്കും ഫ്രണ്ടിൽ കയറും ഗൈസ്. അതിൻ്റെ ഇവിടെയൊക്കെ വേറെ ഇത് പബ്ബുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചെടുത്തു. കണ്ടോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടോ, അതൊക്കെ മുന്നേ അവർ പൊളിച്ചു. ഇവരെല്ലാം കടലെ പൊളിച്ചെടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഇവർ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. അവിടെ പിന്നെ നോക്കിയേ അയ്യോ കടൽ സീനാ. നമ്മളിതാ ശിവകാരിലടക്ക് പോകണില്ല കേട്ടോ. അങ്ങനെ കാണിച്ചു തന്ന പോലെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, സീനാണ്. നമുക്ക് ഇവിടുന്ന് മെല്ലെ ഇറങ്ങാം.
വാ അങ്ങനെ നമ്മൾ അഞ്ചുനിൽ നിന്ന് ഇറങ്ങി ഗൈസ്. അഞ്ചുനിൽ പോയിട്ട് ശിവയിലടക്കൊന്നും പോകാൻ പറ്റിയില്ല. ഞാൻ കാണിച്ചെന്നല്ലോ വെള്ളത്തിൻ്റെ സീനും പിന്നെ ചൂടുണ്ടാർക്കാം. ലെഫ്റ്റിൽ മറ്റേ ലില്ലിപുട്ട് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ വെള്ളത്തിൻ്റെ സീനില്ല, ആരും ഇല്ല ഒന്നാമത്, ഉച്ച സമയമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ഇവിടെ നിന്ന് ഇറങ്ങി. ഇതൊക്കെയാണ് അഞ്ചുവിൻ്റെ വീഡിയോസിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബാക്കി വീഡിയോസ് വഴിയേ വരുന്നതാണ്. അങ്ങനെ ഗൈസ് നമ്മൾ അഞ്ചുവിന ബീച്ചിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ബീച്ച് ഒരുപാട് ഫ്രണ്ടിലോട്ട് കയറിയത് കാരണം പല പബ്ബുകളുടെ അവസ്ഥ, അതായത് പബ്ബിൻ്റെ അടിയിൽ ബീച്ച് അങ്ങനത്തെ സെറ്റപ്പിൽ കഴിക്കണം കേട്ടോ. കടലെടുത്തിട്ട് സോ സിറ്റുവേഷൻ ഈസ് വെരി ബാഡ്. അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് അഞ്ചുവിനെ പുറത്ത് കിടക്കാം. ഓക്കെ, ആയിവ ചെക്കനോക്കിയേ. പിന്നെ ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഉണ്ടോ, ഇങ്ങനത്തെ ടാറ്റോ സ്റ്റുഡിയോയിലൊന്നും കയറിയിട്ട് പണി വാങ്ങാണ്ടിരിക്കുക. ഹൈജീനൊന്നും ആയിരിക്കില്ല, നീഡിൻ്റെ കേസൊന്നും ഈ പറയണ പോലെ ആയിരിക്കും. പല ഫ്രണ്ട് സർക്കിളിൽ എൻ്റെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്, വർക്ക് ചെയ്യണവരുണ്ട്, ബാഗയിൽ വർക്ക് ചെയ്യണവരുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യണവരല്ല, ഇവിടെ നമ്മൾ ട്രിപ്പ് ചെയ്യാൻ വരുന്ന കുറേ 6 മാസം 5 മാസമൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ, ഒക്കെ അറിയണവരാ, മനസ്സിലായോ? അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ്, എന്ത് വന്നാലും ബ്രോ ഇവിടെ വന്നിട്ട് ടാറ്റു പൂശാന്നുള്ളൊരു മൈൻഡ് വെക്കാക്കണ്ടോ. ഞാനൊക്കെ അടിച്ചിട്ടുള്ള ആളാണ്, കണ്ടോ. ഇതൊക്കെ നമ്മൾ നാട്ടിൽ നമ്മുടെ ഫ്രണ്ട്സ് ലൈനിൽ അടിക്കണതാ. അങ്ങനെ അപ്പോൾ ഇവിടെ അടിക്കുമ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബി സേഫ്, സൂക്ഷിച്ച് കണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുക, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അഞ്ചുവിന് നമ്മൾ മെല്ലെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് പെട്രോൾ പമ്പ് ലക്ഷ്യമാക്കിയാണ് മുന്നോട്ട് പോകാൻ. കാരണം നമ്മുടെ ഇന്ധനക്ഷമത വളരെ മോശമാണ്, ഞങ്ങളാണെങ്കിൽ ഇന്നലെ ശ്രദ്ധിച്ചില്ല. സോ നമുക്കതൊന്ന് സെറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ നമ്മളിതിൻ്റെ ഇടയിൽ കുറേ പേരെ ഒന്ന് മീറ്റ് ചെയ്തു കേട്ടോ. കുറേ ഫോറിനേഴ്സൊക്കെ നമ്മളോട് സംസാരിച്ചു. വാട്ട് യു മീൻ ദ സേവ് മുല്ലപ്പെരിയാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു അവർക്ക്. അപ്പോൾ അവർ പറഞ്ഞു ഈസ് ഇറ്റ് റിയലി ഇറ്റ്സ് ലൈക്ക് വാട്ടർ പമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മറ്റേ സാധനം നമ്മളെ പേടിപ്പിക്കട്. പിന്നെ കുറേ സംസാരിച്ചവർ, നിങ്ങൾ ലഡാക്കിൽ ലഡാക്കിക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ എവിടെയൊക്കെ പോകും, ഏതൊക്കെ സ്റ്റേറ്റ് കയറും, അങ്ങനെ കുറേ സംസാരിച്ചവർ. ഇത് ഗോവയുടെ തന്നെ ഇതായ ഒരു സാധനം കേട്ടോ, ഗോവൻ സ്റ്റൈൽ ബസ്. ഏത് സാധനം നോക്കിയേ, ഫ്രണ്ട് വീണ് നോക്കിയേ, നോക്കിയിട്ട് പോകാം. എൻ്റെ മോനെ ഏത് സാധനല്ലേ. എല്ലാ ബസ്സും ഗോവത് ഇങ്ങനെയാ, ഫ്രീക്ക് സാധനങ്ങളാണ്. നമ്മൾ ടൗണിൽ അറിയണം കേട്ടോ. ഇനി ബ്ലോക്കിൻ്റെ ഈ ഒരു കളിയാവും കഴിച്ച്, ബ്ലോക്കേഷ് എളുപ്പമല്ല. ഗോവൻ ട്രാഫിക് ചൂടും കൂടി ആകുമ്പോഴേ അൺസൈക്കബിളാണ് മക്കളെ. അപ്പം ഇടിച്ചു മോനെ ഹെൽമെറ്റില്ലാതെ കടീനെ ഇല്ല അല്ലേ? ഇല്ല പിടിച്ചെന്നാ വിചാരിച്ചേ. ആരുടെയാ പിടിച്ചു? ഹെൽമെറ്റ് അവൻ്റെ കൂട്ടുകാരാ അവർ. ഓ സിറ്റിയിലൊക്കെ വെച്ച് എണ്ണ കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിക്കേ, ഇവിടെയൊക്കെ വെച്ചിട്ട് എണ്ണ കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിക്കേ. പണി പാലും വെള്ളം എണ്ണ പറ്റി കഴിച്ച്. പമ്പാണെങ്കിൽ ഒന്നും കാണാനുമില്ല, പണ്ടാറണം ടെൻഷനായി. നമ്മളപ്പോ ഓൾഡ് വൈക്കുള്ള റോഡിലേക്ക് കയറിയിട്ടുണ്ട് കഴിച്ച്. അയ്യോ ഫ്ലാഗ് ഒക്കെ നോക്കിയേ, ഏതാ മൂട്, ബെഡ് ഫ്ലാഗ് അല്ലേ ഇപ്പത്തെ കുഞ്ചു പറഞ്ഞ കേട്ടോ നിങ്ങള്. ഇതിന്റെ മോളിക്ക് ബൈക്ക് കയറാൻ പാടില്ല, അത് ഫൈനാന്നൊക്കെ പണിപ്പാല് വെള്ളത്തിൽ കിട്ടിണ്ടപ്പോ. ഞാൻ അപ്പോഴും ചോദിച്ചതാ താഴത്ത് കൂടെയാണോടാ, മോളിൽ കൂടെ. എന്തായാലും കുഴപ്പമില്ല, ഇവിടെ വന്നാരണം ഈ ഒരു വിഷയം എടുക്കാൻ പറ്റി, അത്രേ ഉള്ളൂ. ഈ സംഭവം അടിപൊളിയല്ലേ, ഒരു ഇന്റർനാഷണൽ ഫീലില്ലേ ഇതിന്ന്. കാസിനോസ് ഒക്കെ നോക്കി റൈറ്റ് സൈഡ് വലിയ മറ്റേ കാസിനോ ടൈപ്പ് ഷിപ്പുകളില്ലേ, അതൊക്കെ ഉണ്ടോ റൈറ്റ് സൈഡില്. ഈ സാധനം നമ്മൾ ഇന്നലെ കണ്ട പാലല്ല കേട്ടോ, ഇത് വേറെ പാലാ. ഇന്നലെ കണ്ടത് വേറെ പാലാ. ഓക്കെ
എന്താ അങ്ങനെ നമ്മൾ പെട്രോൾ എല്ലാം ഫില്ല് ചെയ്ത് ചെക്കനെ വീണ്ടും ഫുള്ളാക്കി നമ്മൾ നേരെ ഓൾഡ് ഗോവ. ഇനി ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റേഴ്സ് ഉള്ള ഓൾഡ് ഗോവയ്ക്ക് കേട്ടോ, ഈസി ആയിട്ട് എത്തും അല്ലടോ, അത്രേ ഉള്ളൂ. കുരുകളെ കേട്ടില്ല, പൊക്കിയുള്ളല്ലേ? അത് ഇന്തോനേഷ്യൻ ട്രക്കുകളെ കണ്ടല്ലേ, ബാക്ക് ഭയങ്കര ഹൈറ്റ് ലീഫ് അടി കയറ്റിട്ട് ഫ്രണ്ട് താന്നിട്ട് ഫ്രണ്ട് ലോർ ചെയ്തിട്ടും. ലെഫ്റ്റ് ആണോ? ഓൾഡ് ഗോവ, ബെൽഗാവി. ഓൾഡ് ഗോവ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അഞ്ജുനയുടെയും ഓൾഡ് ഗോവ എത്തുന്ന വീഡിയോസിൻ്റെ കാര്യങ്ങളെല്ലാം. ബാക്കി വീഡിയോസ് നാളെ കാണാം ഗൈസ്. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. ഇഷ്ടപ്പെട്ടവരെല്ലാം സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടവർ ലൈക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുവരേക്കും ബൈ ബൈ.